നമസ്കാരം. പ്രേതാനുഭവ കഥകൾ കേട്ട് ധാരാളം പേർ എന്നെ വിളിക്കുന്നു. ഇതുള്ളതാണോ അല്ലാത്തതാണോ കെട്ടിച്ചമച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇനിയും ചോദിക്കാം. പക്ഷേ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അനുഭവങ്ങളില്ലാത്ത ഒന്നും പറയില്ല, എഴുതാറുമില്ല. ഈ ടീച്ചറില്ലായിരുന്ന കാലത്ത് ഏകാന്തത, ഭ്രാന്തമായ അവസ്ഥയുണ്ട്. ഏകാന്തതയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ആൾക്കാർ, ഇതൊക്കെ കിട്ടി പ്രശ്നങ്ങളൊക്കെയാണ്, ഇത് എല്ലാവരെയും കൊണ്ട് സഹിക്കാൻ പോയാൽ ഭ്രാന്ത് പിടിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറയുന്ന ഒരുപാട് പേര് എൻ്റെ മുമ്പിൽ വരാറുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം അപ്പോൾ ആകെ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ നേരത്തെ പറഞ്ഞ വീട്ടിലെ ആ പയ്യൻ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ മറക്കുന്നതല്ല, പക്ഷേ മറവിയുണ്ട്. ഹിമാലയത്തിലേക്ക് വന്ന അദ്ദേഹമാണ്. പയ്യനൂടെ ഞാൻ എൻ്റെ ചെറിയൊരു കാറുണ്ടായിരുന്നു. ആ കാറിനകത്ത് കയറി തഞ്ചാവൂർ കുംഭകോണത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. തഞ്ചാവൂരിൽ 5 മഹാക്ഷേത്രങ്ങളിൽ പോകണമെന്ന് വിചാരിച്ചു. ആ തഞ്ചാവൂർ മഹാക്ഷേത്രങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ രാത്രി ഒരു 2 മണി കഴിഞ്ഞ് കാണും. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കാറുകൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചാൽ ഇവർ ഇൻഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറയും രാത്രിയുള്ള യാത്ര അതുവഴി ചെയ്യരുത്, വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ നമ്പർ അവർ ലോറി കൊണ്ടുവന്ന് ഇടിക്കുമെന്നും നമ്മളെ ഒക്കെ എടുത്തുകൊണ്ട് പോകുമെന്നും ആൾക്കാരെ കൊല്ലും എന്നൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. പക്ഷേ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളോട് ആരും ഒന്നും പറഞ്ഞില്ല. കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്. ആ പേര് ഞാൻ പറഞ്ഞു പോയി പയ്യൻ്റെ, ചെറുപ്പക്കാരൻ്റെ. ഞാൻ നോക്കുമ്പോൾ ദൂരെ റോഡിൻ്റെ നടുക്ക് ഒരാൾ നിൽക്കുന്നു, നടുക്ക്. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി. വണ്ടി നിർത്തുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ബൈക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് കിടക്കണം. ഒരു ആളിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യൻ്റെ രൂപമല്ല, ഇത് പ്രേതബാധയാണ്, ഇത് അപകടത്തിൽ മരിച്ച ആളാണെന്ന്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങോട്ട്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ കാർ മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ടത് ആ ബാധ ആണ്. ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും കൈ കാണിച്ചാൽ നിർത്തരുത് വണ്ടി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അതങ്ങനെ കാണിക്കൂ? ഞാൻ പറഞ്ഞു സാധ്യതയില്ലാതില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒരു 1 കിലോമീറ്റർ കഴിയുമ്പം ഈ അവിടെ കിടന്ന ബൈക്കിൽ പോലെ ഒരാളിങ്ങനെ ബാക്കിൽ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാ സ്വാമി അത് നോക്ക്, അവിടെ ആര് വരുന്ന പറയില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. കാരണം ഇദ്ദേഹം ഇത് വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. ആ പയ്യൻ, ആ കിടക്കുന്ന പയ്യൻ ഒരു എക്സിക്യൂട്ടീവാണ്. അയാൾ കണ്ടാൽ അറിയാം. ബാഗൊക്കെ ആയിട്ട് എപ്പോഴും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വരുമ്പോൾ ഓപ്പോസിറ്റിൽ ഒരു ലോറി വളരെ വേഗത്തിൽ കടന്നു പോകുന്നു നമ്മൾ കണ്ടതാണ്. റോഡിൻ്റെ നടുക്കായിട്ടാണ് കാണുന്നത്. അവിടെയൊക്കെ അത്ര കൂട്ടിലിട്ട 2 കയ്യിലും പനങ്കാടുകളും, മനുഷ്യൻ അതുവഴിയൊക്കെ പോകാൻ, അത് കഴിഞ്ഞാൽ പിന്നെ പാപനാശത്തിലേക്ക് അങ്ങ് പോകുന്ന ഒരു സ്ഥലമാണ്, വല്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും അവിടെ എത്തി. ശനീശ്വര ക്ഷേത്രമാണ്. ശനീശ്വര ക്ഷേത്രത്തിലെത്തി. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഈ രൂപം എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. ശനീശ്വര ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അയാൾ അന്നത്തെ കാലത്ത് 100 രൂപ മേടിക്കും. 100 രൂപ മേടിച്ചിട്ട് 5 കാര്യങ്ങൾ പറയും. 5 കാര്യങ്ങളെ പറയും. അന്നത്തെ കാലത്ത് 100 രൂപ വളരെ വിലപ്പെട്ടതാണ്. അയാൾ കിടക്കുന്ന ഒരു സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ തല വെച്ചിട്ട് കാലിങ്ങനെ നിവർത്തിയാണ് കിടക്കണം. പല്ലൊക്കെ ദ്രവിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യൻ. അപ്പോൾ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട്. അമ്പലം തുറന്നിട്ടില്ല, ശനീശ്വര ക്ഷേത്രം അടച്ചേക്കാണ്. ഇദ്ദേഹം ആരാധിക്കാം പറഞ്ഞാൽ അതിൽ ഭയങ്കര ഹസ്തരേഖയുടെ ആളാണ്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അല്ല, അപ്പോൾ പുള്ളി ചോദിച്ചു, മറ്റേ എൻ്റെ കൂടെയുള്ള അദ്ദേഹം ചോദിച്ചു, ഞാൻ നോക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ 100 രൂപ അവിടെ വയ്ക്കണം പുള്ളിയുടെ മുമ്പിൽ. സൈക്കിളിൽ ഇങ്ങനെ കിടക്കുകയാണ്. 100 രൂപ കൊടുത്തു. നമ്മളെ ഞെട്ടിപ്പിച്ച് കളയും. 5 കാര്യം പറഞ്ഞു. 5 കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് സംശയമുള്ളൊരു കാര്യമായിരുന്നു, അത് പുള്ളി പറഞ്ഞു. ഇദ്ദേഹം ഈ ഓരോ സത്യം പറയുമ്പോഴും ഇദ്ദേഹം എൻ്റെ മുഖത്ത്. ഞാൻ പറഞ്ഞത് ഈ കാലത്ത് നമ്മൾ ഒരാളെ നിസ്സാരമെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ.
അത് കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൈയൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ല എന്ന്. പൈസ ഒന്നും വേണ്ട, നിങ്ങൾ കൈ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ചേട്ടാ ഒന്ന് കാണിക്കുക കൈ. ഞാൻ പറഞ്ഞു പൈസയുടെ അല്ല, ഞാൻ വെറുതെ പറയില്ല. അവൻ ഇല്ലല്ല, നിങ്ങൾ കൈ കാണിക്കാൻ തോന്നി. പുള്ളി പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ നടുങ്ങിപ്പോവും. അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ സ്വയം പുകഴ്ത്തുന്ന പോലെ ആയി പോകും. അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പേയ്ക്കിളക്കണം. പേയ് എന്ന് പറഞ്ഞാൽ പിശാച്, പേയ് മരിച്ചവർ, ആത്മാക്കൾ. തമിഴിൽ പേയ് എന്നാണ് പറയുന്നത്, ആത്മാക്കളൊക്കെ. നിങ്ങൾ ഇന്നലെ ഒരു പേയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുന്നു? നമ്മളെ ബൈക്കിൽ മരിച്ച ആൾ ബൈക്കിൽ ബാക്കിൽ ഇങ്ങനെ നമ്മുടെ പുറകെ വരുന്നത് എങ്ങനെ കണ്ടു? തോന്നലായിരിക്കാം. തോന്നലെന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാം. പക്ഷെ ഇപ്പോഴും ഞാൻ പിന്നെ അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ ടീച്ചറുമായിട്ട് തഞ്ചാവൂർ കുംഭകോണത്ത് പോയി. ഞാൻ പകൽ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ രാത്രിയായി, ഞങ്ങളിവിടെ റൂമെടുത്ത് കിടന്നിട്ടാണ് പോയത്. കാരണം ഈ രാത്രികളിൽ, പ്രത്യേകിച്ച് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ യാത്രകളിൽ, രാത്രിയുള്ള സഞ്ചാരങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഗതികിട്ടാതെ അലയുന്ന, ജീവിച്ച് ആഗ്രഹങ്ങൾ തീരാത്ത പിതൃക്കൾ, പ്രേതാത്മാക്കൾ. ഇനി ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും, ഇല്ല എന്ന് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന സംശയമുള്ളിടത്ത് എന്നെ വിളിച്ചാൽ, എനിക്ക് വരാൻ കഴിഞ്ഞാൽ ഞാൻ വരാം. ഉണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച പുതിയൊരു പ്രേതാനുഭവ കഥയുമായി വരാം. അതുവരെ സന്തോഷം, നമസ്കാരം.